നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സമരത്തെ LDF-നെതിരായുള്ള ആയുധമാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമാണെന്നും ബിനോയ് വിശ്വം. നമശിവായ മന്ത്രങ്ങളാൽ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാത്രി ശിവരാത്രി പൂജയും ശിവപുരാണ പാരായണവും. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 7.5 കിലോയോളം കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശി സഞ്ജയ് നായിക്ക് അറസ്റ്റിൽ. പിടിച്ചെടുത്തത് നഗരത്തിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവ്. ദേശീയപാതയിൽ തുറവൂർ മേഖലയിൽ നിത്യേന ഉണ്ടാകുന്ന അപകടം. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിലെ അപാകത. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ജനകീയ മഹാസംഗമവും നടത്തി. വിശദമായ വാർത്തകൾ. ആശാവർക്കർമാരുടെ സമരത്തെ LDF-നെതിരെയുള്ള ആയുധമാക്കി മാറ്റുവാൻ അനുവദിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അവരുടെ ആവശ്യം ന്യായമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ചേർത്തലയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരുടെ സമരത്തെപ്പറ്റി പറയാനുള്ളത്, ഈ ഇന്ത്യയിൽ ആശാവർക്കർമാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പൊതുപരം സംസ്ഥാനം കേരളമാണ്. നമുക്ക് എവിടത്തേക്കാണ് എല്ലാം തിരിഞ്ഞ് നല്ലത്. അതിൽ മാറ്റം വേണം, പുരോഗതി വേണം. അത് ചോദിച്ചാൽ കുറ്റമാണെന്ന് നിങ്ങൾ പറയില്ല. പക്ഷേ സമരം ചെയ്ത സംഘടനയും സമരം ചെയ്ത സഹാക്കളും ആ സ്ത്രീകളും ആരും LDF-നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന കയ്യിലെ വടിയായിട്ട് മാറാൻ പാടില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് LDF വിരോധത്തിൻ്റെ രാഷ്ട്രീയമുള്ള കുറച്ച് ആളുകൾ, പാർട്ടികൾ, അവർക്ക് എവിടെയില്ലാത്തതുപോലെ തന്നെ ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരിക്കും ഇവിടെ ആശാ വർക്കേഴ്സിനോട്. ബാക്കി എവിടെയും കോൺഗ്രസിനോ BJPക്കോ സ്നേഹമില്ല. ഇവിടെ മാത്രം സ്നേഹമുണ്ടാകും. ആ സ്നേഹത്തിൻ്റെ പിറകിൽ LDF വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ കയ്യിലെ കളിയായിട്ട് മാറാൻ പാടില്ല ഈ സമരക്കാർ. ഞങ്ങൾക്ക് അവരോട് ഉള്ളത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് വിട്ടുവീഴ്ചയില്ല. ആ സമരം ന്യായമായ പരിഹാരം ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതിന് ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ LDF-നെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കയ്യിലെ ഒരു വടിയായിട്ട് മാറാൻ അവരെ അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, അത്തരക്കാരുടെ കയ്യിലെ ഒരു രാഷ്ട്രീയായുധമായിട്ട് ഈ സമരം മാറിക്കൂടാ. നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായി മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളായ വേളൂർ വട്ടത്തും മാരാരിക്കുളത്തും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വേളർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമാല്യ ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശീവേലി കാണുവാനും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഭക്തരുടെ തിരക്ക് മുന്നിൽ കണ്ട് വഴിപാട് കൗണ്ടറിലും ദർശനവരിയിലും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ആയിരങ്ങളാണ് ശിവരാത്രി ദിനത്തിൽ ദർശനത്തിനെത്തിയത്. വൈക്കം ശ്രീനാരായണേശ്വരപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി വരവ് ഭക്തി നിർഭരമായി. വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തി കാവടി അഭിഷേകം നടത്തിയത്.
ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച പ്രസിദ്ധ ക്ഷേത്രങ്ങളിലൊന്നാണ് ചെമ്മനത്തുകര ശ്രീനാരായണേശ്വരപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടുത്തെ പ്രധാന ചടങ്ങുകളാണ് കാവടി വരവ്, കാവടി അഭിഷേകം, പള്ളിപ്പുറപ്പാട്, പള്ളിവേട്ട തുടങ്ങിയവ. പക്കമേളക്കാരുടെയും വർണ്ണക്കാഴ്ചകളുടെയും അകമ്പടിയോടെയാണ് കാവടികൾ ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്ര മേൽശാന്തി രൂപേഷ് ശാന്തികൾ കാവടി അഭിഷേകം നടത്തി. ക്ഷേത്ര ഭാരവാഹികളായ വി വേണുഗോപാൽ, TR രമേശൻ, നിതീഷ് പ്രകാശ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. കേരള പട്ടാര്യ സമാജം 40-ാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങും പ്രാതൽ വഴിപാടും നടത്തി. പ്രാതലിനുള്ള അരിയളക്കൽ വൈകിട്ട് ദേവസ്വം കലവറയിൽ നടത്തി. മുട്ടസ് നമ്പൂതിരിയുടെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം അരി അളന്നു. പ്രസിഡന്റ് MV ശിവകുമാർ, സെക്രട്ടറി പ്രകാശൻ പിള്ള, ട്രഷറർ മോഹനൻ പുതുശ്ശേരി, ഭാരവാഹികളായ ശിവപ്രസാദ്, രാജീവ്, രാമചന്ദ്രൻ പിള്ള, VD ചന്ദ്രശേഖരൻ, സീമ സന്തോഷ്, ഹരികുമാർ, രഞ്ജിത്ത് വടയാർ എന്നിവർ നേതൃത്വം നൽകി. പ്രാതൽ ഞങ്ങളുടെ സമുദായത്തിന്റെ പട്ടാരി സമാജം എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. സമുദായത്തിന്റെ വകയായിട്ടാണ് ഇവിടെ ശിവരാത്രി പ്രാതലും അതോടനുബന്ധിച്ചുള്ള കൂവളയിലെ താലവും ഞങ്ങളുടെ സമുദായ ഓഫീസിനോട് ചേർന്നുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ്, പടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിവിടെ വൈകിട്ട് ദീപാരാധന സമയത്ത് ഇവിടെ എത്തിച്ചേരുക കൂവളയില അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാതലിനോടനുബന്ധിച്ചുള്ള അരിയളക്കൽ ചടങ്ങാണ് ഇന്ന് ദേവസ്വം കലവറയിൽ നടന്നത്. നാളെ ചടങ്ങ് ഇന്ന് അവസാനിച്ചതിന് ശേഷം നാളെ രാവിലെ എല്ലാ ഭക്തർക്കും ഭഗവാന്റെ പ്രസാദം കൂട്ടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് കൂവളത്തിലെ താലപ്പൊലി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. ദീപാരാധനയുടെ മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് താലങ്ങൾ തിരുനടയിൽ സമർപ്പിക്കും. പ്രതിസന്ധികളെ മറികടന്ന് സംഗീതത്തെ പ്രണയിച്ച കലാകാരിയാണ് മാരാരിക്കുളം ചെത്തി കൊച്ചുപറമ്പിൽ സുജിത്തിന്റെ ഭാര്യ ആരാധന. തണ്ണീർമുക്കം ബഡ് സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ആരാധന. സംഗീതത്തെ ജീവിതമാക്കിയ ഒരു അധ്യാപിക നമുക്കിടയിലുണ്ട്. ആ അധ്യാപികയെ നമുക്കിന്ന് പരിചയപ്പെടാം. പഗരി സഗരി സദാ പാ ആ. ജനനത്തിൽ തന്നെ മെയിൻജൈറ്റിസ് എന്ന രോഗം പിടിപെട്ട് കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ആരാധന വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോടുള്ള താല്പര്യം പ്രകടമാക്കിയിരുന്നു. ആദ്യം റേഡിയോയിലൂടെ കേൾക്കുന്ന പാട്ടുകൾ ഏറ്റുപാടാൻ തുടങ്ങിയ ആരാധനയുടെ കഴിവ് കണ്ട് മാതാപിതാക്കളായ പുഷ്പയും അശോകനും DVD സംവിധാനങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്തു. തുടർന്ന് സ്കൂൾ കാലഘട്ടങ്ങളിൽ ആദ്യം പത്മകുമാരി ടീച്ചറുടെയും പിന്നീട് രാജേഷിന്റെയും കീഴിൽ സംഗീതം അഭ്യസിക്കുകയും ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, പദ്യപാരായണം കൂടാതെ മോണോ ആക്ട് തുടങ്ങിയവയിൽ മത്സരിച്ച് സമ്മാനം കരസ്ഥമാക്കിയിട്ടുമുണ്ട്. എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം എറണാകുളത്തൊരു സഹൃദയ മെലഡീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ട്രൂപ്പുണ്ട്. അത് ഫുൾ ഭിന്നശേഷിക്കാരാണ്. പിന്നെ ഞാൻ പഠിച്ചത് കോട്ടയം ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിലാണ്. അവിടെ നിന്നൊരു ട്രൂപ്പ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും കൂടി ചേർന്നിട്ട് ഹെലൻ കെല്ലർ മെലഡീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടൊരു ഗാനമേള ട്രൂപ്പ്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് പഠിക്കാനായിട്ടൊക്കെ? അവിടെ ഈ പറഞ്ഞ പോലെ ബുദ്ധിക്ക് പ്രശ്നമുള്ള പിള്ളേരൊക്കെയാണ് ഉള്ളത്. എങ്കിലും ഒരു 5-6 പിള്ളേർ നല്ല അസാധ്യമായിട്ട് പാടാൻ കഴിവുള്ള പിള്ളേരാണ്. നമുക്ക് പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ പാട്ട് പാടുന്നതിനേക്കാളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു കഴിവൊന്ന് വേറെ തന്നെയാണ് ആ പിള്ളേർക്ക്. അവരെ ഞാൻ ചെന്നതിന് ശേഷം തണ്ണീർമുക്കം ഫെസ്റ്റിനാണ് പങ്കെടുപ്പിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്തുറ RLB കോളേജിൽ നിന്നും സംഗീതത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ആരാധന തണ്ണീർമുക്കം ബഡ് സ്കൂളിലെ അധ്യാപികയാണ്. അധികം വൈകാതെ കാഴ്ചശക്തി പൂർണ്ണമായും തിരികെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധന. സംഗീതത്തിന് പരിമിതികളില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കലാകാരി. ക്യാമറമാൻ പ്രസാദ് പൊക്ലാശ്ശേരിക്കൊപ്പം ഗൗരിനന്ദന, KMC ന്യൂസ്.
ആലപ്പുഴയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 7.5 കിലോയോളം കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശി സഞ്ജയ് നായിക്കിനെ അറസ്റ്റ് ചെയ്തു. വിവിധയിടങ്ങളിൽ ചില്ലറയായി വിൽപ്പന നടത്തുവാനാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേശീയപാതയിൽ തുറവൂർ മേഖലയിൽ നിത്യേന ഉണ്ടാകുന്ന അപകടം. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ പ്രതിഷേധ റാലിയും ജനകീയ മഹാസംഗമവും സംഘടിപ്പിച്ചു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ പ്രതിഷേധ റാലിയും ജനകീയ മഹാസംഗമവും നടത്തി. ജനകീയ കൂട്ടായ്മ അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുടർച്ചയായ അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മ നടത്തിയത്. അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും മഹാസംഗമവും നടത്തി. ചന്ദ്രൂർ പഴയപാലത്തിന് സമീപത്ത് നിന്ന് ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി ഫാദർ ജോസഫ് കരിത്തോത്ത് ഉദ്ഘാടനം ചെയ്തു. റാലി ചന്ദ്രൂർ ഗവൺമെന്റ് സ്കൂളിന് തെക്ക് വശം സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ആന്റി കറപ്ഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് പിന്മാറുന്ന യാതൊരു വിഷയവുമില്ല. ഇനി ഏറ്റവും വലിയ സഹനശക്തിയുടെ പ്രതീകമായ നിരാഹാര സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിനപ്പുറം ഇളക്കം തട്ടാത്ത കസേരകളുമായിട്ട് കളക്ടറേറ്റിൽ എഴുതിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇളക്കം തട്ടുന്ന കസേരകളിലേക്ക് മാറാൻ പോകുന്നു. ഈ ജനകീയ സമരത്തെ ഇതുപോലെയാണ് നിങ്ങൾ അവഗണിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും കളക്ടറേറ്റ് അടക്കമുള്ള മേഖലകൾ സ്തംഭിച്ചുകൊണ്ട്. ദേശീയപാത 66 നിർമ്മിക്കുന്ന ഉയരപാത നിർമ്മാണം 2 വർഷത്തോടടുക്കുമ്പോൾ 50ഓളം റോഡ് അപകടങ്ങളിലായി 50ഓളം പേരാണ് മരണപ്പെട്ടത്. സി അച്യുതമേനോൻ പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന CG സദാശിവന്റെ 40ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതോടൊപ്പം പുസ്തക പ്രകാശനവും നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നടത്തി. ജീവനില്ലാത്ത അർത്ഥമില്ലാത്ത യാന്ത്രികമായ ഏർപ്പാടായിരിക്കും. CGയുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യേണ്ട പാർട്ടിയല്ല. ആ പാർട്ടി യാന്ത്രികതയെ മുറുകെ പിടിക്കുന്ന പാർട്ടിയല്ല. ആ പാർട്ടി ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും പ്രശ്നങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സാമാന്യ മര്യാദയും പാലിക്കാതെ വിരുദ്ധനാരെ വരുന്നവരൊന്നും ഇതൊന്നും പറയാൻ പാടില്ല. അവരെല്ലാം ഭംഗിവാക്കേ പറയാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിക്കാനേ പാടുള്ളൂ. സൂചിപ്പിക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ഉള്ളിലുള്ള കാര്യങ്ങൾ പാർട്ടിക്കും ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പറയുക തന്നെ വേണം. ഞാനതിൽ അടിവരയിടുന്ന ഭാഗം ഗുണകരമായ രീതിയിലും. കൃഷിമന്ത്രി P. പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അധ്യക്ഷത വഹിച്ചു. സി അച്യുതമേനോൻ പഠനകേന്ദ്രം സെക്രട്ടറി U. മോഹനൻ സ്വാഗതം പറഞ്ഞു. കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ, P. ഷാജിമോൻ, AYFI സംസ്ഥാന സെക്രട്ടറി TD ജിസ്മോൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, CPI മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. KGOA ചേർത്തല ഏരിയ സമ്മേളനം ചേർന്നു. വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. സീന ഉദ്ഘാടനം ചെയ്തു. കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാറിന്റെ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യണമെന്ന് KGOA ചേർത്തല ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് PP ഉദയസിംഹൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CV സുനിൽ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ ജ്യോതിഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KGOA ചേർത്തല ഏരിയ പ്രസിഡന്റായി PP ഉദയസിംഹൻ, ഏരിയ സെക്രട്ടറിയായി CV സുനിൽ, വൈസ് പ്രസിഡന്റുമാരായി ഷീജ, MB രസ്ന, KB ദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായി രാകേഷ്, GV റെജി, ഏരിയ ട്രഷററായി KB ജിനേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ DEO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. DEO ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ശമ്പളമില്ല, നിയമനമില്ല.
മുൻ MP ഡോക്ടർ KS മനോജ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് നിയമനം ലഭിച്ചിട്ടും ആ നിയമനത്തിന് അംഗീകാരം നൽകാതെ, അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ നിരവധിയായിട്ടുള്ള അധ്യാപകർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 16,000-ലധികം വരുന്ന അധ്യാപകർ ഇപ്രകാരം നിയമനം ലഭിക്കാതെ കഴിഞ്ഞ 5-6 വർഷങ്ങളിലായി വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ സഹിക്കുകയാണ്. അവരിൽ ഒരാളായിരുന്നു ഇങ്ങനെ പ്രയാസം സഹിച്ച് വിഷമിച്ച് തൻ്റെ നിയമനം നേടിയെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ എല്ലാ വാതിലുകളും മുട്ടി ഒടുവിൽ നിരാശ പൂണ്ട് ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്ന അലീന ബെന്നി ടീച്ചർ. താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ ജോലി ചെയ്തു വന്നിരുന്ന അലീന ബെന്നി ഏതാണ്ട് 5 വർഷത്തോളം തൻ്റെ നിയമനത്തിന് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി എല്ലാ വാതിലുകളും മുട്ടി. നിയമന അംഗീകാരം കാത്ത് വേതനമില്ലാതെ ജോലിയെടുക്കുന്ന നിരവധി അധ്യാപകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. താമരശ്ശേരിയിൽ ജീവനൊടുക്കിയ അലീന ബെന്നി ടീച്ചറുടെ ഗതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിയമനാംഗീകാരം കാത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഉണ്ടാകരുതെന്ന് യോഗം ഓർമ്മപ്പെടുത്തി. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം സോണി പവേലിൽ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ, സെക്രട്ടറി ER ഉദയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന KN സെയ്ദ് മുഹമ്മദിന്റെ സ്മരണാർത്ഥമുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത് സെയ്ദ് മുഹമ്മദ് അനുസ്മരണവും സഹായ ധനവിതരണവും വെള്ളിയാഴ്ച നടക്കും. സെയ്ദ് മുഹമ്മദിന്റെ 5ാം വാർഷികം അനുസ്മരണ സമ്മേളനവും മറ്റ് പരിപാടികളും ഈ ഫെബ്രുവരി 28 രാവിലെ 10:30 മണിക്ക് NSS ഹാളിൽ വെച്ച് ബഹുമാനായ നമ്മുടെ MP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി KC ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 4 വർഷമായി വിവിധ പരിപാടികളോടുകൂടി ട്രസ്റ്റിന്റെ ആഭിമുഖ്യം ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത്, ഇതിലേക്കായി ഒരു പൈസ നമ്മൾ പൊതുവെ കളക്ട് ചെയ്യാറില്ല. അത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും താല്പര്യമില്ല ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ട്രസ്റ്റിന്റെ ഉപയോഗം. ആ ട്രസ്റ്റിൽപ്പെട്ട പറ്റിയതുപോലെ ഞങ്ങൾ സാമ്പത്തിക ഓരോ മാസവും 30 പേരോളം പെൻഷൻ എന്ന നിലയിലാണ് പൈസ കൊടുക്കുന്നത്. ഇത് കൂടാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഇപ്പോൾ ആരോഗ്യം ഇല്ലാതെ സംഘടനാ രംഗത്ത് തന്നെ നിൽക്കുന്നത് അവരെ 10-20 പേരെയും തുടങ്ങുന്നത് 50 പേരോടെയും ആദരിക്കുക, അവരെയും ആ സമ്മേളനത്തിന് ആദരിക്കുന്നു. അപ്പോൾ ഇതോടെ പെൻഷൻ കൊടുക്കുന്നു, 30 പേർക്ക് ഡയാലിസിസ് ആയിട്ടുള്ളവർക്ക് 10 പേർക്ക് കൊടുക്കുന്നു. ഈ പ്രായമായ കുറെ ആൾക്കാരെ സംഘടനയെ അവരെ ആദരിക്കുന്നു. സാഹിത്യകാരന്മാരെ പൂജാക്കൽ കൗൽ, പിന്നെ സദാനന്ദൻ ബാലാജി ഇവരെയും സോമനാഥൻ ഇവരെയും ആദരിക്കുന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ രാവിലെ 10:30 നടക്കുന്ന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി പ്രസിഡന്റ് KJ സണ്ണി അധ്യക്ഷനാകും. ചികിത്സാ സഹായ വിതരണം KPCC ജനറൽ സെക്രട്ടറി M ലിജുവും ഷാനിമോൾ ഉസ്മാനും ചേർന്ന് നിർവഹിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് KJ സണ്ണി, സെക്രട്ടറി TD രാജൻ, CD ശങ്കർ എന്നിവർ അറിയിച്ചു. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 10 പഞ്ചായത്തുകളിലും ചേർത്തല നഗരസഭാ പരിധിയിലുമുള്ള മുൻകാല പ്രവർത്തകരെ ആദരിക്കുകയും ചികിത്സാ സഹായങ്ങൾ നൽകുമെന്നും ഭാരവാഹികളായ B ഫൈസൽ, CP രാജഗോപാൽ, KS അഫ്സൽ എന്നിവർ പറഞ്ഞു. മാരാരിക്കുളം പോലീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനു മുൻവശം നട്ടുവളർത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു.
ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു ഉദ്ഘാടനം ചെയ്തു. പൂക്കൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ജനങ്ങൾക്ക് പോലീസുകാർക്കും എല്ലാം മാതൃകാപരമായിട്ട് പരിപാലിച്ച് ദിവസേന 2 നേരം പരിപാലിച്ച് ഈ ചൂടിന് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പുഷ്പിച്ച അവസ്ഥയിൽ പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അത് ആ സന്തോഷം നമ്മൾ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഈ ദേശദേവതയെന്ന് വിശ്വസിക്കുന്ന കണിച്ചുകുളങ്ങര അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. വിളവെടുത്ത് ബന്ദിപ്പൂക്കൾ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഖജാൻജി സ്വാമിനാഥൻ ചള്ളിയിൽ, ദേവസ്വം അംഗം മുരുകൻ പെരക്കൻ എന്നിവർ ചേർന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മധുബാബുവിൽ നിന്ന് വിളവെടുത്ത പൂക്കൾ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ മാനേജർ പ്രകാശൻ സ്വാമികൾ, വ്യാപാരി വ്യവസായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബൈജു, സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുജിത്, കർഷകരായ അജിത്, സാനു, മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO AV ബിജു, മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ഡ്രൈവേഴ്സ് എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധ നാടക നടൻ ചേർത്തല രാജൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 50 വർഷക്കാലമായി ചേർത്തല രാജൻ നാടകരംഗത്ത് സജീവമാണ്. കോളേജ് പഠനകാലം മുതൽ അരങ്ങിലുണ്ട്. 18 വർഷം ചേർത്തല യമനിക തിയേറ്റേഴ്സ് എന്ന പേരിൽ സ്വന്തമായി സമിതിയുണ്ടായിരുന്നു. പിന്നീട് നേവിയിൽ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ സമിതി പിരിച്ചുവിട്ടെങ്കിലും നാടകാഭിനയം തുടർന്നു. കേരളത്തിലെ പ്രശസ്തമായ 26ഓളം നാടക ട്രൂപ്പുകളിൽ ഇദ്ദേഹം അഭിനയിച്ചു. നിലവിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. ചേർത്തല നഗരസഭ 26 വാർഡിൽ മഠത്തിൽ വീട്ടിൽ രാജൻ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സമരത്തെ LDFനെതിരായുള്ള ആയുധമാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമാണെന്നും ബിനോയ് വിശ്വം. നമശിവായ മന്ത്രങ്ങളാൽ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാത്രി ശിവരാത്രി പൂജയും ശിവപുരാണ പാരായണവും. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 7.5 കിലോയോളം കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശി സഞ്ജയ് നായിക്ക് അറസ്റ്റിൽ. പിടിച്ചെടുത്തത് നഗരത്തിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവ്. ദേശീയപാതയിൽ തുറവൂർ മേഖലയിൽ നിത്യേന ഉണ്ടാകുന്ന അപകടം. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിലെ അപാകത. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ജനകീയ മഹാസംഗമവും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.